എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ കിരണിന്റെയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ? അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് കല്യാണി തന്നെ സങ്കടങ്ങളൊക്കെ കിരണിനോട് പറയണം. ഞാൻ തന്നെ എങ്ങനെയാ ഡൽഹിക്ക് പോകുന്നേ, ഒരുപക്ഷെ കിരണേട്ടൻ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കൊരു ധൈര്യമായെന്ന് പറയാം. നീ എന്തിനാ കല്യാണി വിഷമിക്കണേ? വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവിടെ ചെന്നാ നിനക്ക് യാതൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. പിന്നെ ഒരാഴ്ചത്തെ കാര്യമല്ലേ ഉള്ളൂ, അത് പെട്ടെന്ന് അങ്ങോട്ട് പോയിക്കോളെന്ന് പറയാം. എന്നാലും ഇതിനു മുമ്പ് ഞാൻ ഇങ്ങനെ മാറി എന്നിട്ടില്ലല്ലോ. കല്യാണത്തിന് ശേഷം ആദ്യമായിട്ടല്ലേ. അന്ന് തൊണ്ടയ്ക്ക് സർജറി നടക്കുന്ന സമയത്തും അന്നും എന്നോടൊപ്പം കിരണേട്ടൻ ഉണ്ടായിരുന്നല്ലോ. അതൊന്നും ഓർത്ത് മോള് വിഷമിക്കണ്ട കേട്ടോ. ഒന്നിനും ഒരു കുറവും വരത്തില്ല. എപ്പോഴും ഞാൻ കൂടെയുണ്ട്. പക്ഷെ ഇങ്ങനെ അർജന്റ് ആയിട്ടുള്ള കാര്യമായിട്ടല്ലേ എന്ന് പറയാം. ഈ സമയം കല്യാണി പറഞ്ഞു, ഒരു പക്ഷേങ്കില് നമ്മുടെ സ്നേഹം എത്രമാത്രം ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇതുപോലെ ഒരു പിരിഞ്ഞിരിക്കലല്ലേന്ന് ചോദിക്കണം. അത് കേട്ടപ്പോ കിരൺ ചോദിച്ചാൽ അതെന്താ അങ്ങനെ പറഞ്ഞേ? അല്ല, പിരിഞ്ഞിരിക്കുമ്പോഴല്ലേ സ്നേഹം കൂടുതൽ കൂടുന്നതെന്നല്ലേ എല്ലാരും പറയാറുള്ളതെന്ന് പറയാം. ഇത് കേട്ടപ്പോ കിരൺ പറഞ്ഞു, അല്ല അങ്ങനെ കല്യാണിക്ക് തോന്നിയിട്ടുണ്ടോന്ന് ചോദിക്കുക. അല്ല, ഞാൻ പറയവേതേ അങ്ങനെ പണ്ടുള്ളവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു പക്ഷേങ്കിൽ നമ്മളെ കാണാതിരിക്കുമ്പോൾ നമ്മൾ പരസ്പരം ഒന്നുകൂടെ കൂടുതൽ അടുക്കുമായിരിക്കും അല്ലേന്ന് ചോദിക്കാം. ഇതേടെ കിരൺ പറഞ്ഞു, അങ്ങനെയൊന്നും ഇല്ല. നീ എപ്പോഴും എൻ്റെ മനസ്സിൽ തന്നെയുണ്ട്. അത് അന്നും ഇന്നും എന്നും അങ്ങനെ തന്നെയായിരിക്കും. പിന്നെ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഒത്തിരി ചാനലുകാരൊക്കെ കാണുമായിരിക്കും, എല്ലാം കവർ ചെയ്യുന്നുണ്ടായിരിക്കും. നന്നായിട്ട് തന്നെ പെർഫോം ചെയ്യണം. പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ. അതൊന്നും കുഴപ്പമില്ല കിരണേട്ടാന്ന് പറയണം. പിന്നീട് കാണിക്കുന്നത് സരി നിന്ന് കുഞ്ഞുടുപ്പോളൊക്കെ തുന്നിക്കൊണ്ടിരിക്കുക. ഈ സമയം ശാരിയും കൊണ്ട് വന്നിട്ട് പറഞ്ഞു, ഓഹോ മോള് കുഞ്ഞുടുപ്പോള് തുന്നുവാണെന്ന് ചോദിക്കും. അതേമ്മേ, ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ വാങ്ങാൻ കിട്ടും. പക്ഷേങ്കിൽ നമ്മുടെ കൈ കൊണ്ട് തുന്നുന്നതിൻ്റെ പ്രത്യേക ഭംഗിയല്ലേ നിൽക്കും. അതെ അതെ, എനിക്കും ഇങ്ങനത്തെ സ്വഭാവമൊക്കെ ഉണ്ടായിരുന്നു മോളുണ്ടാകുന്നതിന് മുമ്പ്. ഞാൻ ഇങ്ങനെ ചെയ്യുമായിരുന്നു. പക്ഷെ കൂടുതലായിട്ട് നിന്റെ ആന്റി ഉണ്ടല്ലോ, രൂപാന്റി, ആന്റിയാണ് നിനക്ക് വേണ്ടി കുഞ്ഞുടുപ്പോള് തുന്നിയെന്ന് പറയാം. ഇത് കേട്ടപ്പം സരിയെ പെട്ടെന്ന് പറഞ്ഞു, അതൊക്കെ ശരി സമ്മതിച്ചമ്മേ. പക്ഷെങ്കിൽ ഇപ്പൊ ആ ആന്റിക്ക് എന്നെ വേണ്ടല്ലോ. ഇപ്പൊ ആന്റിക്ക് എന്നെ വേണ്ട, എന്റെ വയറ്റ് വെള്ളുന്ന കുഞ്ഞിനെ വേണ്ടല്ലോ എന്ന് പറയാം. പകരം എന്നെ വേണമെന്നും പറഞ്ഞ് ഒഴുത്തി നടക്കുന്നുണ്ട്. അതാരാ മോളെ? ആ താരയെന്ന് പറയുന്ന സ്ത്രീയെ. അവരെ കൊണ്ട് ഒരു സമാധാനമില്ല. എപ്പൊ നോക്കിയാലും അവരിങ്ങോട്ട് വലിഞ്ഞു കയറി വരുവാന്ന് പറയാം. പെട്ടെന്ന് ശാരിയുടെ മുഖം അങ്ങോട്ട് മാറി. ശാരി പറഞ്ഞു, മോളെ നീ ഇപ്പൊ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട. നീ പ്രഗ്നന്റാന്നറിയാലോ. അതുകൊണ്ട് ആ ടെൻഷനൊക്കെ കൂടെ വിട്ടേരെ. ഒരു കാര്യം ചെയ്യാം, എത്രയും പെട്ടെന്ന് മനുമോനോട് പറഞ്ഞിട്ട് നീ അമേരിക്കയ്ക്ക് പോകാൻ നോക്ക്. ഞാൻ നോക്കിയിട്ട് ഇനിയിപ്പൊ അത് മാത്രം ഒരു മാർഗമുള്ളെന്ന് പറയാം. സരിയെ പറഞ്ഞു, ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ മനുവേട്ടനോട് സംസാരിച്ച. പക്ഷെ എങ്കിൽ മനുവേട്ടൻ പറഞ്ഞു ഇപ്പൊ പോകാൻ പറ്റത്തില്ലെന്നാ പറഞ്ഞേ. 3 മാസം കഴിയാതെ കുഞ്ഞിനെ ഫ്ലൈറ്റ് കയറ്റാൻ പറ്റില്ലെന്ന്. അതുകൊണ്ടമ്മേ, അല്ലാതെ അല്ല. ഇനിയിപ്പം മനുവേട്ടന്റെ ഭാഗം നമ്മൾ നോക്കണമല്ലോ എന്ന് പറയാം. അത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങള് അങ്ങോട്ട് പോകും. പിന്നെ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ലെന്ന് പറയണം. അല്ല, നീ മോനെ വിളിച്ചില്ലേന്ന് ചോദിക്കും. അവൻ വിളിച്ചിട്ട് കിട്ടണില്ലമ്മേന്ന് പറയും. ദൈവമേ, ഇനിയിപ്പൊ അങ്ങേരോടൊപ്പം പോയേക്കുന്നേ. അങ്ങനെ ഇനിയിപ്പൊ എന്തെങ്കിലും വല്ലതും കാണിച്ചു എന്ന് പോലും അറിയത്തില്ല. സാരിയെ പറഞ്ഞു, അത് ശരിയാ, അച്ഛന്റെ സ്വഭാവം ഏതാണെന്നൊന്നും പറയാൻ പറ്റില്ല എന്നിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രാഹുൽ അങ്ങോട്ട് വരുന്നേ. ഇതേ വരുന്നുണ്ടല്ലോ എന്ന് പറയാം. പെട്ടെന്ന് സാരി ഓടിച്ചെന്ന് ചോദിച്ചു, എന്തിയെ മനുവേട്ടൻ എന്തിയെന്ന് ചോദിക്കാം. അവൻ വന്നില്ല. ഈ സമയം ശാരിയോട് സത്യം പറ, നിങ്ങൾ അവൻ എന്താ ചെയ്തെന്ന് ചോദിക്കും. ഞാൻ എന്താ ചെയ്യാനാ? അല്ല, നിങ്ങളുടെ കൂടെ അല്ലേ വന്നത്. മിക്കവാറും അവന്റെ കയ്യോ കാലോ മാറ്റി തല്ലുപിടിക്കും എന്തെങ്കിലും ചെയ്തെന്ന് ചോദിക്കും. ഇതേ ശാരി, നീ വെറുതെ അനാവശ്യം പറയരുത് കേട്ടോ. അതിന് മാത്രം തലയ്ക്ക് ഓളമൊന്നും എനിക്കില്ല എന്ന് പറയണം. ഇത് കേട്ട ശാരി പറഞ്ഞു, അത് നിങ്ങൾ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, ഞങ്ങൾക്കൂടെ മനസ്സിലാകണ്ടേ. ഈ സമയം രാഹുൽ പറഞ്ഞു, അതെ അതൊക്കെ നിന്റെ വെറും തോന്നല എന്റെ ശരി. പിന്നെ അവൻ വരാത്തിന് പ്രത്യേക കാരണം ഉണ്ടെന്ന് പറയണം. ഈ സമയം സരി ചോദിച്ചു, അതെന്ത് കാരണം വെച്ചാ? അവന് ജർമ്മനിയിലുള്ള ആരാണ്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അവരുമായിട്ട് വലിയ മീറ്റിംഗ് ആണ് പോലും, അതുകൊണ്ടാ. അല്ല, ഉച്ചയ്ക്ക് വിളിച്ചപ്പോ അങ്ങനെ ആയിരുന്നല്ലോ, കുറെ ആൾക്കാർ സംസാരിക്കുന്നുണ്ടായിരുന്നല്ലോ. അല്ല, അത് പിന്നെ എന്റെ ഇടയ്ക്ക് അവന്റെ ഒരു ഫ്രണ്ടിന്റെ കല്യാണം ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഫംഗ്ഷന് വേണ്ടിയിട്ട് ഞങ്ങൾ പോയായിരുന്നു പറയും. അതുകൊണ്ടാ ഒച്ചപ്പാടും ബഹളമൊക്കെ കേട്ടേന്ന് പറയും. അങ്ങനെ. എന്നാലും ശാരി പറഞ്ഞു, ഇങ്ങനെ അങ്ങ് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റില്ല കേട്ടോ മോളെന്ന് പറയും. അതെന്താ ശാരി ഞാൻ അങ്ങനെ പറഞ്ഞേ? ഇപ്പൊ എപ്പം നോക്കിയാലും നിനക്ക് എന്നെ കുത്തി പറയാനും സമയമുള്ളൂ. ബെഡ്റൂമിൽ പോലും നീ എന്റെ ചെവി നിന്നുകൊണ്ടിരിക്കുക. എനിക്ക് ഒരു സമാധാനം തരുന്നില്ല. നീ നിന്റെ മോളും പഠിക്കാൻ പോകുന്നുള്ളൂ. നിന്റെ മരുമാനുണ്ടല്ലോ, അവനെക്കുറിച്ചുള്ള തനി സ്വയംഭവം നീ അറിഞ്ഞിട്ടില്ല. അതൊക്കെ അറിയണ സമയത്ത് ഈ രാഹുലാ നല്ലതെന്ന് നിനക്കൊക്കെ തോന്നും. രാഹുലിന് തലയ്ക്ക് ഷോക്ക് വന്നു കഴിഞ്ഞപ്പം ചെറിയൊരു പ്രശ്നം ഉണ്ടായി. അതല്ലാതെ രാഹുലിന് ഭ്രാന്ത കാര്യങ്ങളോ ഒന്നുമില്ല. അത് നീയെങ്കിലും മനസ്സിലാകണം. പക്ഷെങ്കിൽ ഇനി ഭ്രാന്ത് പിടിക്കാൻ പോകുന്ന നിനക്കൊക്കെ ആയിരിക്കും എന്ന് പറയാം. ഈ സമയം സരു പറഞ്ഞു, അച്ഛൻ ഒരു മാറ്റവും ഇല്ലമ്മേ. ഇത്രയും കാലം നമ്മൾ വിചാരിച്ചിട്ട് അച്ഛൻ മാറിയുന്ന, പക്ഷെ പണ്ടത്തെ പോലെ തന്നെയാണല്ലോ അച്ഛൻ എന്ന് പറയാം. ഈ സമയം ശാരി പറഞ്ഞു, എന്ത് ചെയ്യാനാ മോളെ, നമ്മുടെ വിധി, അല്ലാതെ എന്ത് ചെയ്യാനാ. ഇങ്ങനെ കൊണ്ടൊരു പൊറുതിയില്ലാത്ത. ഇത് കേട്ട് കഴിയുമ്പോൾ രാഹുലിന് ദേഷ്യം വന്നു. നിന്നോടൊക്കെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വട്ട് പിടിക്കുമെന്ന് പറഞ്ഞ് അകത്തേക്ക് കയറി പോവാ. ഈ സമയം ശാരി പറഞ്ഞു, അതേ മോളൊരു കാര്യം ചെയ്യാം, മരുമോനെ വിളിച്ചു നോക്ക്. ഇത് നിന്റെ അച്ഛൻ പറഞ്ഞത് അത്ര കാര്യമാക്കി എടുക്കണ്ടെന്ന് പറയണം. അച്ഛനെ നമുക്ക് അറിയാവുന്നതല്ലേന്ന് ചോദിക്കാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ
സരി പറഞ്ഞു ശരി അമ്മ പറഞ്ഞെന്ന് പറയാണ്. പിന്നീട് കാണിക്കുന്ന മനോഹറിന്റെ നിഷയുടെ ആദ്യരാത്രിയാ. അപ്പൊ മനോഹർ ഇങ്ങനെ ബെഡിൽ വന്നിരിക്കുകയാണ്. അപ്പൊ നിഷ ഒരു ഗ്ലാസ് പാലൊക്കെ ആയിട്ട് അങ്ങോട്ട് വന്നു. പാല് കിടന്നപ്പോഴത്തേനും മനോഹർ ഇവിടെ ഇരിക്കാൻ പറയണേ നിഷയോട്. നിഷ അങ്ങനെ ഇരുന്നു. എന്നാലും ഞാൻ എത്രമാത്രം ആഗ്രഹിച്ചിരുന്നു അറിയാവോ ഇങ്ങനെ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട്. മാമന്റെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഞാൻ ഓർത്ത് ഇനിയിപ്പോ ഈ കല്യാണം നടക്കത്തില്ല എന്ന്. പക്ഷേ എങ്കിൽ എനിക്ക് നിഷേനെ അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ വിവാഹം കഴിച്ചത്. പിന്നെ ഈ ഇതൊന്നും നോക്കില്ല, അമ്മാവൻ മരിച്ചു ആ കാര്യങ്ങളൊന്നും നോക്കില്ല എന്ന് പറയാം. പെട്ടെന്ന് നിഷ പറഞ്ഞു എനിക്കറിയാലോ, അതായത് രോഹിണിനെ പോലെ ഇത്ര സുന്ദരനായൊരു ഭർത്താവിനെ കിട്ടാന്ന് പറഞ്ഞാൽ അതെന്റെ ഒരു ഭാഗ്യമില്ലേ എന്ന് പറയാം. മനോഹരൻ ശരിയാ, പക്ഷേങ്കിൽ അതിനേക്കാളും ഭാഗ്യം ചെയ്ത ആളാ ഞാന്. കാരണം മോളെ പോലെ, മോളെ അതിസുന്ദരിയാന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേങ്കിൽ എത്രയോ പെൺകുട്ടികൾ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നാ. പക്ഷേ എനിക്ക് അവരെയൊന്നും വേണ്ടായിരുന്നു, എനിക്ക് അവരോട് ഒരു താല്പര്യം തോന്നിയിട്ടില്ല. പക്ഷേങ്കിൽ മോളെ കണ്ടപ്പോൾ ഒറ്റ നോട്ടത്തില ഞാൻ വീണു. കാരണം എനിക്ക് മോളെ അത്രയ്ക്ക് ഇഷ്ടമെന്ന് പറയാം. പിന്നീട് ചോദിച്ചു അല്ല മനുവേട്ടാ, അല്ല മനുവേട്ടല്ല, അല്ല രോഹിയേട്ടാ, എന്നാ നമ്മൾ അമേരിക്കയ്ക്ക് പോകുന്നതെന്ന് ചോദിക്കുക. ഇത് കേട്ടതും മനോഹർ ഞെട്ടി. അമേരിക്കയ്ക്കോ? ഈ അമേരിക്കയ്ക്ക് പോകാൻ പെട്ടെന്നൊന്നും പറ്റില്ല, മോൾക്കറിയാലോ എന്റെ അമ്മാവൻ മരിച്ചിട്ട് അധികം ദിവസം ആയിട്ടില്ലല്ലോ, പെട്ടെന്ന് എങ്ങനെയാ പോണേന്ന് ചോദിക്കോ. ഓ ആ കാര്യങ്ങൾ ഞാനും കൂടെ മറന്നുപോയി. പെട്ടെന്ന് മനോഹർ അതൊന്നും മറക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാ, മോൾക്കറിയാലോ. ഇനിയിപ്പൊ നമ്മൾക്ക് പെട്ടെന്നൊരു ആഘോഷമൊന്നും വേണ്ടെന്ന് പറയാം. അതെന്താ? അല്ല അമ്മാവൻ മരിച്ചു പോയതുകൊണ്ട് നമുക്ക് അങ്ങനെ ആഘോഷിക്കാനൊന്നും പറ്റില്ല എന്ന് പറയണേ. ഈ സമയത്താണ് ഫോൺ ബെല്ലടിക്കുന്നത്. എന്തേ മനുവേട്ടൻ്റെ ഫോൺ ഇടയ്ക്കിടയ്ക്ക് മനോഹർ എന്ന് പറഞ്ഞു പറഞ്ഞു ഇങ്ങനെ വരുന്ന കേട്ടോ. ഈ സമയം മനോഹറിന്റെ ഫോൺ ബെല്ലടിച്ച് ഞാൻ പെട്ടെന്ന് തന്നെ നിഷ പറഞ്ഞതേ രോഹിയുടെ ഫോൺ ബെല്ലടിക്കുന്നു പറയണം. ഓ ഇതാരാ പോലും ഈ സമയത്ത് വിളിക്കുന്നത്, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് കോൾ എടുക്കുവാണ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ ദൈവമേ വിളിക്കുന്ന അവളെ സരിയോ, ഇവിടെ വെച്ച് സംസാരിക്കണം എന്നോർത്ത് പെട്ടെന്ന് പുറത്തേക്ക് പോവാം, ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് അങ്ങനെ പുറത്തേക്ക് പോയിട്ട് സംസാരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിച്ചു. വേണ്ട, ഒരു മെസ്സേജ് ഇടാം, ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്തിടുവാണ്. ഈ സമയത്ത് സരുവിന് വയലില്ലാത്ത വിഷമം. ഇതെന്താ പറ്റി, മാനുമായിട്ട് ഇങ്ങനെ മെസ്സേജ് ഇട്ടേക്കുന്ന പിന്നെ വിളിക്കാന്ന് പറയും. ഓ ചിലപ്പോൾ എന്തെങ്കിലും തിരക്കായിരിക്കും, മീറ്റിംഗ് ആയിരിക്കും, അതുകൊണ്ടായിരിക്കും. അത് കഴിയുമ്പോൾ തന്നെ വിളിക്കുമെന്നും ഓർത്തുകൊണ്ട് സരിയും അങ്ങോട്ട് അവിടെ ഇരിക്കുക. എന്നാലും മനുവേട്ടൻ ഇല്ലാത്തതുകൊണ്ട് ഉറങ്ങാൻ പറ്റുമെന്ന് തോന്നില്ല ഈ രാത്രിയിൽ. മനുവേട്ടൻ അടുത്തില്ലെങ്കിൽ എന്തോ ഒരു വല്ലാത്ത വിഷമമൊക്കെ തോന്നുന്നുണ്ട്. അങ്ങനെ സരിയും ആലോചിച്ചിരിക്കുക. ഈ സമയത്ത് മനോഹർ മുകളിലേക്ക് കയറുന്നു. ആരാ രോഹിയേട്ട വിളിച്ചെന്ന് നിൽക്കുക. അതെന്ത് പറയാനാ, എൻ്റെ ഒരു ഫ്രണ്ടാ വിളിച്ച അങ്ങ് കാനഡയെന്നോ. ഇപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് ഒത്തിരി ആൾക്കാർ കാനഡയ്ക്ക് പോകുന്നുണ്ടെന്ന് പറയാം. അതെ അതെ, അവിടെ ബിസിനസ് ചെയ്യാനും പഠിക്കാനും മറ്റുമായിട്ട് ഒത്തിരി ആൾക്കാർ പോകുന്നുണ്ടെന്ന് പറയാം. അല്ല മനുവേട്ടൻ അവിടെയും ബിസിനസ് ഉണ്ടോ, അല്ല രോഹിയേട്ടൻ അവിടെയും ബിസിനസ് ഉണ്ടോയെന്ന് ചോദിക്കുക. ആ ബിസിനസ് ഉണ്ട്, അവിടെ മാത്രമല്ല അമേരിക്കയിലും ഉണ്ട്, അറിയാലോ. അങ്ങനെ പടർന്ന് പന്തലിച്ച് കിടക്കുക. എല്ലാം ഞാൻ വേണ്ടേ മോളെ നോക്കി നടത്താനെന്ന് പറയാം. എന്നാലും എൻ്റെ രോഹിയേട്ടൻ്റെ ഒരു കഷ്ടപ്പാടെ എനിക്കറിയാൻ പറ്റുന്നുണ്ടെന്ന് പറയാം. അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ട് രോഹിയേട്ടാ, നമുക്ക് അധികം വൈകാതെ തന്നെ പോകണ്ടെന്ന് നിൽക്കും. അല്ല മോളെ, അധികം വൈകാതെ പോയെന്ന് പറഞ്ഞാൽ അത്ര പെട്ടെന്ന് പോകാൻ പറ്റുന്ന കാര്യമില്ല. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ അമ്മാൻ്റെ മരണാനന്തര ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് അതിന് ശേഷം മാത്രം നമുക്ക് പോകാമെന്ന് പറയാം. സോറി കേട്ടോ രോഹിയേട്ടാ, ഞാനിപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് ചിന്തിച്ചില്ല എന്ന് പറയാം. ഈ സമയം മനോഹർ പറഞ്ഞു അതൊന്നും ഓർത്ത് വേദനിക്കണ്ട കേട്ടോ എന്നും പറഞ്ഞാൽ നമ്മുടെ ആദ്യ രാത്രി ഒന്നും ഒരിക്കലും നശിച്ചു പോകാൻ പാടില്ല. ആദ്യ രാത്രി ഒരിക്കലും മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ, അത് നമ്മൾ അടിച്ചു പൊളിക്കേണ്ടത് നിൽക്കും. അതൊക്കെ എനിക്കറിയാം. ഇനിയിപ്പം രോഹിയേട്ടന് വല്ല വിഷമമായിട്ട് പറഞ്ഞാൽ മതി, എനിക്ക് എന്ത് വിഷമം ഇരിക്കണോ. ഇനി അധികം വൈകാൻ നമ്മൾക്ക് പോകാന്നേ, ഓണമൊക്കെ അല്ലേ വരുന്നേ, ഓണമെല്ലാം ആഘോഷിച്ചിട്ട് അങ്ങോട്ട് പോവാം. പിന്നെ അവിടെയായിരുന്ന സമയത്ത് ഞാനായിരുന്നു എല്ലാത്തിനും നേതൃത്വം കൊടുക്കുന്നത്, ഓണത്തിന് അത്തപ്പൂക്കൾ ഇടാനും എല്ലാ കാര്യത്തിനും ഒക്കെ. പക്ഷെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും അതെല്ലാം വെറും ഓർമ്മകൾ മാത്രമായെന്ന് പറയാം. ഇത് കേട്ടപ്പം നിഷ പറഞ്ഞു അതിനിപ്പോൾ എന്താ രോഹിയേട്ടൻ വിഷമിക്കേണ്ട കാര്യമില്ലല്ലോ, നമ്മൾ കല്യാണം കഴിഞ്ഞ് കുറച്ചാൾ കഴിയുമ്പോൾ നമ്മളങ്ങോട്ട് പോകത്തില്ലേന്ന് ചോദിക്കുക. ഇത് മനോഹറിന് ശരിയാ, നമ്മളങ്ങോട്ട് പോകും. നമ്മളിവിടെ ഒരു വർഷക്കാലം അടിച്ചു പൊളിക്കുന്നുണ്ട്. ഇവിടെ ഒരു വർഷക്കാലോ? അല്ല ഞാനങ്ങോട്ട് വെറുതെ ഒന്ന് പറഞ്ഞോളൂ, എനിക്കിവിടെ നിൽക്കാനും ഇഷ്ടം, ഈ അമേരിക്കയിൽ പോകാനൊന്നും വലിയ താല്പര്യമൊന്നുമില്ലെന്നേ. അവിടെ പോയി വെറുതെ എന്തോ. പക്ഷേങ്കിൽ ഇവിടെ വന്നു കഴിയുമ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞ സമാധാനം വരുന്നേ. ഇവിടുത്തെ അന്തരീക്ഷവും ഇവിടെയൊക്കെ ആയിട്ട് ഞാൻ ആകെപ്പാടെ അങ്ങോട്ട് ഇഴകി ചേർന്ന് പറയാം. ഈ സമയം നിഷ പറഞ്ഞു പക്ഷെ എനിക്ക് അമേരിക്കയ്ക്ക് പോകുന്ന രോഹിയേട്ട ഇഷ്ടം, നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ പോകണമെന്ന് പറയാം. ഇത് കേട്ടപ്പം അവൻ പറഞ്ഞു ശരിയാ, ഞാൻ എത്രയും പെട്ടെന്ന് നിന്നെ കൊണ്ടാകട്ടോ എന്ന് പറയാം. പിന്നീട് നിഷയെ ചേർത്ത് അങ്ങോട്ട് പിടിക്കുകയാണ്. അങ്ങനെ ആദ്യരാത്രി അവർ ആഘോഷിക്കാൻ തുടങ്ങുകയാണ്. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇതിന് ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയിൽ വരാട്ടോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.